നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് പോളിമോർഫിസം അച്ചീവ് ചെയ്യുന്നതിനുള്ള ഒരു മാർഗ്ഗമായ ഫംഗ്ഷൻ ഓവർലോഡിംഗ് ആണ്. സോ ഫംഗ്ഷൻ ഓവർലോഡിംഗ് നമ്മൾ ചെയ്യുന്നത് ഒരേ പേരിലുള്ള ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നു. സോ അതിൽ ഉപയോഗിക്കുന്ന പാരാമീറ്റേഴ്സ് വ്യത്യസ്തമായിരിക്കും. സോ നമുക്കതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ ക്ലാസ് ഫൈൻഡ് സം എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനുള്ളിൽ ഞാൻ 3 ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ വോയിഡ് സം ഒരു ഫംഗ്ഷൻ, അതുപോലെ ഇത് 2 പ്രാവശ്യം ഞാൻ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ വോയിഡ് സം എന്ന് പറയുന്ന 3 ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു, ഒരേ പേരുള്ള ഫംഗ്ഷൻ. പക്ഷേ ഇതിനുള്ളിൽ കൊടുക്കുന്ന പാരാമീറ്റേഴ്സ് നമ്മൾ വ്യത്യസ്തമായി കൊടുക്കുന്നു. ആദ്യത്തേൽ നമ്മൾ 2 ഇൻറ്റിജർ നമ്പർ കൊടുക്കുന്നു, ഇൻറ്റ് എ, ഇൻറ്റ് ബി. അതിനുശേഷം നമ്മൾ രണ്ടാമത്തേൽ നമ്മൾ 3 പാരാമീറ്റേഴ്സ് കൊടുക്കുന്നു, ഇൻറ്റ് എക്സ്, ഇൻറ്റ് വൈ, ഇൻറ്റ് സെഡ്. മൂന്നാമത്തേൽ നമ്മൾ 2 ഡബിൾ നമ്പേഴ്സ് കൊടുക്കുന്നു. ഡാറ്റ ടൈപ്പ് വ്യത്യാസമുണ്ട്, ഡബിൾ എ, ഡബിൾ ബി. സോ ഇതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ബോഡി എഴുതുന്നു. ഫംഗ്ഷൻ്റെ ബോഡി കൊടുക്കുന്നു, സി ഔട്ട് എ പ്ലസ് ബി. അതുപോലെ നമ്മൾ രണ്ടാമത്തിൻ്റെ കൊടുക്കുന്നു, സി ഔട്ട് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. അതുപോലെ മൂന്നാമത്തേതിൻ്റേത് സി ഔട്ട് എ പ്ലസ് ബി. സോ നമ്മൾ ഒരേ പേരിലുള്ള 3 ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ആ ഫംഗ്ഷനിൽ വ്യത്യസ്ത പാരാമീറ്റേഴ്സ് കൊടുത്തു. സോ ആ പാരാമീറ്റേഴ്സിനനുസരിച്ചുള്ള ഒരു സം കാണുന്നതിനുള്ള ഒരു കാൽക്കുലേഷൻ നമ്മൾ ബോഡിക്കുള്ളിൽ കൊടുത്തു. സോ നമുക്ക് ഇനി ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയത് ആക്സസ് ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ ഫൈൻഡ് സം എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. f1 ഡോട്ട് സം. അത് ഞാൻ 2 വാല്യൂ ആണ് പാസ് ചെയ്യുന്നത്, 10, 20. ഓക്കെ, സോ നമുക്കിനി ഇത് പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. എനിക്ക് 30 എന്ന് പറയുന്ന ഒരു റിസൾട്ട് ലഭിക്കും. സോ നമ്മളിവിടെ കോൾ ചെയ്ത ഫംഗ്ഷൻ ഈ ആദ്യത്തെ ഫംഗ്ഷൻ ആയിരുന്നു. ഇനി ഞാനിവിടെ 3 വാല്യൂ കൊടുക്കുന്നു, 10, 20, 30. ഇനി റൺ ചെയ്താലും എനിക്ക് നമ്മുടെ റിസൾട്ട് ലഭിക്കുന്നു, 10 + 20 + 30 60 ലഭിക്കുന്നു. അതുപോലെ ഇനി ഞാൻ പോയിൻ്റ് ഉള്ള 2 നമ്പേഴ്സ് കൊടുക്കുന്നു, 1.85, 3.68. ഇനി ഞാൻ റൺ ചെയ്യുന്നു. സോ ഇനി റൺ ചെയ്താലും എനിക്ക് ആ 2 സംഖ്യകളുടെ സം കണ്ടതിന് ശേഷമുള്ളൊരു റിസൾട്ട് ലഭിക്കുന്നു, 5.53. സോ ഇപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ കാണാം, നമ്മൾ ഒരേ പേരിലുള്ള ഫംഗ്ഷനാണ് ഇവിടെ ഉപയോഗിച്ചത്. ഫംഗ്ഷൻ്റെ പേര് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല, പക്ഷേ അതിൽ കൊടുക്കുന്ന ആർഗ്യുമെൻറ്റ് മാത്രം നമ്മൾ വ്യത്യസ്തമായി കൊടുത്തു. സോ ഈ ഒരു കൺസെപ്റ്റിനെയാണ് പോളിമോർഫിസത്തിലെ ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ സം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ചെയ്യുന്നതിന് വേണ്ടി വ്യത്യസ്ത ആർഗ്യുമെൻറ്റിലുള്ള ഒരേ പേരിലുള്ള ഫംഗ്ഷൻ തന്നെ കൊടുക്കുന്നു. സോ ഈ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ പോളിമോർഫിസത്തിൽ ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.